മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കുകയും ഇന്ത്യൻ സിനിമാ ലോകത്തെ ത്രില്ലറിന് പുതിയൊരു വ്യാഖ്യാനം നൽകുകയും ചെയ്ത ഫ്രാഞ്ചൈസിയാണ് ജീത്തു ജോസഫിന്റെ ദൃശ്യം. ഇപ്പോഴത്തെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മൂന്നാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് കഥയെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. നിയമവ്യവസ്ഥയും പോലീസിനെയും തന്റെ ബുദ്ധിശക്തി കൊണ്ട് വർഷങ്ങളോളം കബളിപ്പിച്ച ജോർജ് കുട്ടി ഒടുവിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് ദൃശ്യം 3യുടെ അവസാനം. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സാധാരണക്കാരന്റെ പോരാട്ടമായിരുന്നു മുൻ ഭാഗങ്ങളെങ്കിൽ മൂന്നാം ഭാഗത്തിന്റെ അന്ത്യം ആ പോരാട്ടത്തിന്റെ ഒരു വലിയ ഘട്ടത്തിന് വിരാമമിടുന്നു. എന്നാൽ ഈ കീഴടങ്ങൽ യഥാർത്ഥത്തിൽ ഈ കഥയുടെ അവസാനമാണോ, അതോ അതിലും വലിയൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ? ഈ ചോദ്യത്തിൽ നിന്നാണ് ദൃശ്യം 4 എന്ന അടുത്ത ഭാഗത്തിനുള്ള സാധ്യതകൾ ജനിക്കുന്നത്. വെൽക്കം ടു മന്ത്ര ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഇനി കുറച്ചുകൂടെ ക്രേസി ആയിട്ടുള്ളൊരു തിയറി ഉണ്ട്, ജോർജ് കുട്ടിയുടെ ജയിൽ ചാട്ടം. ദൃശ്യം 4നെ കുറിച്ച് ആലോചിക്കുമ്പോൾ വരാവുന്ന ഏറ്റവും സിമ്പിളും എന്നാൽ ഡേഞ്ചറസുമായ ഒരു ഐഡിയ ആണ് ജോർജ് കുട്ടിയുടെ ജയിൽ ബ്രേക്ക്. ദൃശ്യ ഫ്രാഞ്ചൈസറുടെ ഏറ്റവും വലിയ വിജയം അതിന്റെ റിയലിസ്റ്റിക് ആയ അവതരണമാണ്. ജോർജ് കുട്ടി ഒരു സൂപ്പർ ഹ്യൂമനോ ഒന്നുമല്ല, മറിച്ച് സിനിമകൾ കണ്ട് അറിവ് നേടിയ ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ആക്ഷൻ സിനിമയിലെ പോലെ ജയിലിനെ മതിൽ ചാടുകയോ ഗാർഡുകളെ അടിച്ചു വീഴ്ത്തുകയോ ചെയ്യുന്ന ജോർജ് കുട്ടിയെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അത് ദൃശ്യത്തിന്റെ തനിമയെ നശിപ്പിക്കും. എന്നാൽ നിയമപരമായ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജയിൽ ഭരണകൂടത്തിന്റെ കണ്ണു വെട്ടിച്ചോ ഉള്ള ഒരു ബുദ്ധിപരമായ ജയിൽ ചാട്ടം, അത് ഒരു സ്ട്രാറ്റജിക് എസ്കേപ്പ് ജിത്തു ജോസഫ് എന്ന സംവിധായകന് ഒരുക്കാൻ സാധിക്കും. ഗീതാ പ്രഭാകരോ അല്ലെങ്കിൽ പുതിയൊരു ശത്രുവോ റാണിയും മക്കളെയും ജീവനോടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ജയിലിനുള്ളിൽ വെച്ച് ജോർജ് കുട്ടി അറിയുന്നു. നിയമത്തിന്റെ വഴിയിലൂടെ പുറത്തിറങ്ങാൻ സമയമില്ല. ഈ അവസ്ഥയിൽ കുടുംബത്തെ രക്ഷിക്കാൻ അദ്ദേഹം ജയിൽ ചാടാൻ നിർബന്ധനാകുന്നു. ജയിൽ ചാടിയ ഒരു പ്രതിക്ക് പിന്നീട് ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. അത് ജോർജ് കുട്ടി ഒരു സ്ഥിരം ക്രിമിനലാക്കി മാറ്റും. ഇത് പ്രേക്ഷകരിൽ ജോർജ് കുട്ടിയുള്ള സഹതാപം കുറയ്ക്കാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഈ സാധ്യതയ്ക്ക് തിരക്കഥയിൽ വലിയ പരിമിതികളുണ്ട്. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ളതായിട്ട് തോന്നുമെന്ന് മാത്രം. ദൃശ്യം 3യുടെ വിധി നിർണായകമായ നിമിഷം ജോർജ് കുട്ടിയുടെ കീഴടങ്ങലാണ്. താൻ കെട്ടിയുയർത്തിയ കള്ളങ്ങളുടെ കോട്ട നിയമത്തിന് മുന്നിൽ തകരുമെന്ന് ഉറപ്പായപ്പോഴോ അല്ലെങ്കിൽ തന്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മൂത്ത മകൾ അഞ്ജു, പൂർണ്ണമായി നിയമത്തിന്റെ പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴോ ആണ് ജോർജ് കുട്ടി ഈ ആത്യന്തികമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. വരുണിന്റെ കൊലപാതകത്തിന് മുഴുവൻ ഉത്തരവാദിത്വവും താൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് കൃത്യമായ തെളിവുകളോടെ അദ്ദേഹം പോലീസിന് മുന്നിൽ സ്വയം സമർപ്പിക്കുന്നു. ഈ കീഴടങ്ങൽ കേവലം ഒരു പരാജയമല്ല, മറിച്ച് തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി ജോർജ് കുട്ടി നടത്തുന്ന ഏറ്റവും വലിയൊരു മാസ്റ്റർ സ്ട്രോക്ക് കൂടിയാകാം. താൻ ജയിലിൽ പോയാലും ഭാര്യയും മക്കളും സുരക്ഷിതരായിരിക്കണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിച്ചത്. എന്നാൽ സിനിമയുടെ അവസാന രംഗത്തിൽ ഗീതാ പ്രഭാകർ പറയുന്ന ഒരു കാര്യം ഈ ശാന്തതയെ തകിടം മറിക്കുന്നതാണ്. ജോർജ് കുട്ടിയുടെ കീഴടങ്ങളിൽ സംതൃപ്തിയാകാതെ അവർ പറയുന്ന വാചകം സിനിമയെ വീണ്ടും സങ്കീർണമായ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നാണ് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 4ാം ഭാഗത്തിനുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്നത്. എനിക്കിപ്പോഴും അഞ്ജുവിനെ വേണം എന്ന ദൃശ്യം 3യുടെ അവസാന നിമിഷങ്ങളിൽ ഗീതാ പ്രഭാകർ പറയുന്ന ഈ ഒരൊറ്റ വാചകം ദൃശ്യം 4ലേക്ക് നയിക്കുകയാണ്. ഒരു അമ്മ എന്ന നിലയിലും മുൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലും ഗീതയുടെ മാനസികാവസ്ഥ പരിശോധിച്ചാൽ ജോർജ് കുട്ടിയുടെ ജയിൽവാസം കൊണ്ട് മാത്രം അവരുടെ ഉള്ളിലെ പ്രതികാരാജ്ഞ അടങ്ങില്ല എന്ന് വ്യക്തമാകും. ദൃശ്യം 1 മുതൽ നാം കാണുന്ന ഗീതാ പ്രഭാകർ അങ്ങേയറ്റം കടുപ്പക്കാരിയായ ലക്ഷ്യബോധമുള്ളൊരു സ്ത്രീയാണ്. സ്വന്തം മകന്റെ കൊലപാതകയെ കണ്ടെത്താൻ അവർ നിയമത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കാൻ പോലും മടിച്ചില്ല. ദൃശ്യം 2ൽ അവർ ഇന്ത്യക്ക് പുറത്തേക്ക് മാറിയെങ്കിലും ഉള്ളിലെ വേദനയും പ്രതികാരവും മാറിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. അവരുടെ മകൻ വരുൺ മരിക്കാൻ കാരണം അഞ്ജു ആണെന്ന സത്യം അവർക്ക് നന്നായിട്ടറിയാം. ജോർജ് കുട്ടി കേവലം തെളിവുകൾ നശിപ്പിക്കുകയും മകളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളിയെ അവർ കാണുന്നത് അഞ്ജുവിനെയാണ്. ജോർജ് കുട്ടി ജയിലിൽ പോയതുകൊണ്ട് തനിക്ക് നീതി ലഭിച്ചു എന്ന് ഗീത കരുതുന്നില്ല. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം മകളെ നഷ്ടപ്പെടുന്ന ജോർജ് കുട്ടിയുടെ വേദനയോടെ മാത്രമേ പൂർണ്ണമാകൂ എന്ന് അവർ വിശ്വസിക്കും. ദൃശ്യം 4ൽ ഗീത നേരിട്ടൊരു ക്രിമിനൽ വഴിയിലൂടെ അഞ്ജുവിനെ ആക്രമിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഉയർന്ന പോലീസ് പശ്ചാത്തലമുള്ള അവർക്ക് നിയമത്തിന്റെ വഴികളും അതിന്റെ പരിമിതികളും നന്നായി അറിയാം. പകരം അവർ പല തന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക. ആദ്യത്തേത് മാനസികമായ വേട്ടയാടലാണ്. അഞ്ജുവിന്റെ ദുർബലമായ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുക. ജോർജ് കുട്ടി ജയിലിലായതോടെ അഞ്ജു കൂടുതൽ ഒറ്റപ്പെടും. ഗീത അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന വ്യക്തികൾ അഞ്ജുവിനെ നിരന്തരം കുറ്റബോധത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അടുത്തത് സാമൂഹികമായ ഒറ്റപ്പെടുത്തലാണ്. ജോർജ് കുട്ടിയുടെ കീഴടങ്ങളോടെ ആ കുടുംബം സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരായി കഴിഞ്ഞു. അഞ്ജുവിനൊരു ജോലിയോ സാധാരണ ജീവിതമോ നൽകാത്ത വിധം സാമൂഹികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ ഗീതയുടെ സ്വാധീനം ഉപയോഗിച്ച് ഉണ്ടാക്കുക. പിന്നുള്ളത് നിയമപരമായ ലൂപ്ഹോളുകളാണ്. ജോർജ് കുട്ടി കുറ്റം ഏറ്റെടുത്തുവെങ്കിലും അഞ്ജുവിന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന കാര്യം പുതിയ തെളിവുകളിലൂടെയോ സാക്ഷികളിലൂടെയോ വീണ്ടും കോടതിയിൽ എത്തിച്ചേക്കാൻ ഗീത ശ്രമിച്ചേക്കാം. ഈ സാധ്യതയുടെ ഏറ്റവും വലിയ ശക്തി ഗീത എന്ന കഥാപാത്രത്തിന്റെ ശക്തമായ മോട്ടിവേഷനാണ്. എന്നാൽ വീണ്ടും ഇങ്ങനെ ഒരു റിവെഞ്ച് സ്റ്റോറിയിലേക്ക് പോകുന്നത് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ പുതുമ നഷ്ടപ്പെടുത്തിയേക്കാം എന്നതും ഒരു വീക്ക്നെസ് ആണ്. പിന്നെ നമ്മൾ ദൃശ്യം 3ൽ ഏറ്റവും അധികം മിസ് ചെയ്തത് ആശാ ശരത് മോഹൻലാൽ തമ്മിലുള്ള ആ ഒരു എനിമി കെമിസ്ട്രിയാണ്. അവരുടെ പരസ്പരമുള്ള ബുദ്ധിപരമായ നീക്കങ്ങളും അതൊക്കെ തന്നെ നമ്മൾ മിസ് ചെയ്തിരുന്നു. ഇതൊക്കെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ 4ൽ ഇത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വീണ്ടും സാധിച്ചു. പിന്നെ ദൃശ്യം 4ൽ ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് ജോർജ് കുട്ടി ഇല്ലാത്ത കുടുംബത്തിന്റെ ജീവിതമാണ്.
ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ കാതൽ എന്ന് പറയുന്നത് ജോർജ് കുട്ടിയുടെ കുടുംബമാണ്. റാണി, അഞ്ജു, അനു എന്നിവരടങ്ങുന്ന ചെറിയ ലോകത്തെ സംരക്ഷിക്കുക എന്നായിരുന്നു ജോർജ് കുട്ടിയുടെ ഏക ലക്ഷ്യം. എന്നാൽ ദൃശ്യം 4 എത്തുമ്പോൾ ജോർജ് കുട്ടി എന്ന ഒരു സംരക്ഷണ മതിൽ തകർന്നിരിക്കുകയാണ്. ദൃശ്യം 1, 2 നാം കണ്ടത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴും വീട്ടിൽ ഭയന്ന് വിളിക്കുമ്പോഴും റാണി ഒരേ ഒരു പേരെ വിളിച്ചിട്ടുള്ളൂ, ജോർജ് കുട്ടി. ഏത് പ്രതിസന്ധിയിലും തങ്ങളെ രക്ഷിക്കാൻ പുറകിൽ ഒരാളുണ്ടെന്ന് ഉറപ്പായിരുന്നു അവർക്ക് ജോർജ് കുട്ടി. നേരത്തെ റാണി പറഞ്ഞ പോലെ വളരെയധികം ഭയപ്പെട്ടൊക്കെയാണ് നിന്നത്. ജോർജ് കുട്ടിയുടെ അഭാവത്തിൽ കുടുംബത്തിന് നാഥയായി മാറാൻ റാണി നിർബന്ധിതയാകുന്നു. മക്കളുടെ സുരക്ഷയും സാമ്പത്തിക കാര്യങ്ങളും പിന്നെ ജോർജ് കുട്ടിയുടെ ബിസിനസ്സും ഒറ്റയ്ക്ക് നോക്കണം. അടുത്തത് അഞ്ജു അപസ്മാര രോഗവും കടുത്ത ഭയവുമുള്ള പെൺകുട്ടിയാണ്. ഇപ്പോൾ അച്ഛൻ തനിക്ക് വേണ്ടി ജയിലിൽ പോയി എന്ന ചിന്ത അവളെ കൂടുതൽ തകർക്കും, അല്ലെങ്കിൽ അവളെ കൂടുതൽ ശക്തിയാക്കും. അടുത്തത് അനുവാണ്, പുതിയ തലമുറയുടെ പ്രതിനിധി. താരതമ്യേന ധൈര്യമുള്ളവർ. കുടുംബത്തിന്റെ പ്രായോഗിക കാര്യങ്ങളിൽ കൂടുതൽ അനു ഇടപെടേണ്ടി വരുന്നു. പിന്നെ അനുവിന് സിംഗപ്പൂർ അഡ്മിഷൻ കിട്ടിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കൂടെ വെച്ചിട്ട് മേ ബി ഇവർ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ജോർജ് കുട്ടിയുടെ അഭാവം എന്തായാലും അവരെ കടുത്ത സാമൂഹിക പ്രതിസന്ധിയിലായിരിക്കും. കേബിൾ TV സ്ഥാപനവും തിയേറ്ററും കൈകാര്യം ചെയ്യാൻ പരിചയസമ്പന്നരായ ആളുകളുടെ കുറവുണ്ടാകും. നാട്ടുകാരുടെ നോട്ടവും സംസാരവും അവരെ പഴയതിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടുത്തും. ജോർജ് കുട്ടി ജയിലിലായതോടെ അതുവരെ ഒതുങ്ങി നിന്ന ശത്രുക്കൾ, ഉദാഹരണം പറയുന്ന പോലീസുകാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, ഈവൻ സഹദേവൻ വരെ ഈ കുടുംബത്തെ ഉപദ്രവിക്കാൻ മുന്നോട്ടേക്ക് വരാം. ജോർജ് കുട്ടി ഇല്ലാതെ ഈ 3 സ്ത്രീകൾ എങ്ങനെ തനിയൊരു പ്രതിസന്ധി നേരിടുന്നു എന്നതിലേക്ക് ദൃശ്യം 4 ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ജോർജ് കുട്ടി അവർക്ക് നൽകിയ ഉപദേശങ്ങളും ധൈര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ പുതിയ ശത്രുവിനെ നേരിടുന്നത് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമയിൽ തരിക. ജോർജ് കുട്ടിയുടെ അഭാവത്തിൽ ഈ ഒരു സിനിമയുടെ കേന്ദ്ര കഥാപാത്രമാകുന്നത് ഒബ്വിയസ്ലി അഞ്ജു തന്നെയായിരിക്കും. ദൃശ്യം കഥയുടെ യഥാർത്ഥ തുടക്കം അഞ്ജുവിന്റെ കയ്യിൽ നിന്നാണ്. വരുണിനെ അഞ്ജു അടിക്കുന്നതും അയാൾ മരിക്കുന്നതുമാണ് ഇതിന്റെ എല്ലാം തുടക്കം. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കഥാപാത്രവും അഞ്ജു തന്നെയാണ്. ദൃശ്യം 1 അഞ്ജുവിനുണ്ടാകുന്ന ഭയവും പാനിക് അറ്റാക്കുകൾ നമ്മൾ കണ്ടതാണ്. ദൃശ്യം 2 എത്തുമ്പോൾ അപസ്മാരം വരുന്നത് ഈ മാനസിക സമ്മർദ്ദം മൂലമാണ്. ദൃശ്യം 3 അച്ഛൻ്റെ കീഴടങ്ങലോടെ അഞ്ജുവിൻ്റെ അവസ്ഥ കൂടുതൽ ദയനീയമാകും. എൻ്റെ തെറ്റ് കാരണമാണ് അച്ഛൻ ഇരുമ്പഴിക്കുള്ളിലായത് എന്ന ചിന്ത ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാൻ പോകുന്നതാണ്. താൻ ചെയ്ത കുറ്റത്തിന് അച്ഛൻ ശിക്ഷ അനുഭവിക്കുമ്പോൾ സുഖമായി ജീവിക്കാൻ അഞ്ജുവിന് സാധിക്കും. തനിക്കിനി ഭാരവുമായി ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അഞ്ജു പോലീസിലോ കോടതിയിലോ പോയി സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ദൃശ്യം 4 വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാം. എന്നാൽ ജോർജ് കുട്ടി ജയിലിൽ കിടന്ന് ഇത് തടയാൻ തൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അഞ്ജു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയോ മാനസിക നില തെറ്റി ആശുപത്രിയിലാവുകയോ ചെയ്യാം. ഇത് ജയിലിലുള്ള ജോർജ് കുട്ടിയെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാറ്റി മാറ്റാം. അഞ്ജുവിൻ്റെ ഈ അവസ്ഥ തിരക്കഥയ്ക്ക് വലിയൊരു ഇമോഷണൽ ഡെപ്ത് നൽകുമെങ്കിലും സിനിമയുടെ ത്രില്ലർ സ്വഭാവത്തെ മാറ്റി നമ്മളിപ്പോൾ തേർഡ് പാർട്ടി കണ്ടതുപോലെ കുറച്ചുകൂടി ഇമോഷണൽ ഡ്രാമ സെറ്റപ്പിലോട്ട് 4 പോകാനൊരു ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു മേജർ പോസിബിലിറ്റിയാണ് പരോൾ. ജോർജ് കുട്ടി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നമുക്കറിയാം. അദ്ദേഹം കോടതിയിൽ കുറ്റം സമ്മതിക്കുമ്പോൾ അത് മനഃപൂർവ്വം നരഹത്യയോ മറ്റോ ആയി ചിത്രീകരിച്ച് ശിക്ഷാ കാലാവധി കുറയ്ക്കാൻ വക്കീൽ ശ്രമിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിക്ക് പരോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോർജ് കുട്ടി പരോളിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അന്തരീക്ഷം ദൃശ്യം 4 നല്ലൊരു ബിഗിനിങ് ആയിരിക്കും. പരോൾ കാലാവധി കൃത്യമായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ കാണുമല്ലോ. ഇപ്പോൾ 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേണം അദ്ദേഹത്തിന് തന്റെ കുടുംബത്തിന് നേരെ വരുന്ന പുതിയ ഭീഷണികളെ നേരിടാൻ. പരോൾ അവസാനിക്കുന്നതിന് മുമ്പ് ശത്രുക്കളെ ഒതുക്കണമെന്ന അവസ്ഥ തിരക്കഥയ്ക്ക് വലിയൊരു സസ്പെൻസും അതേപോലെ സ്പീഡും ഒക്കെ നൽകും. പരോൾ ഇറങ്ങുന്ന ജോർജ് കുട്ടിയെ പോലീസ് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരൊറ്റ തെറ്റായ നീക്കം ഉണ്ടായാൽ പരോൾ റദ്ദാകും. ഈ കർശനമായ നിരീക്ഷണങ്ങൾക്കിടയിലൂടെ വേണം ജോർജ് കുട്ടിക്ക് തന്റെ കരുക്കൾ നീക്കാൻ. അപ്പോൾ ഈ ഒരു പ്ലോട്ട് എലമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ സ്ട്രക്ചറിന് ഏറ്റവും അനുയോജ്യമാണ്. ജോർജ് കുട്ടിയുടെ പരിമിതികളും ബുദ്ധിശക്തിയും ഒരേ സമയം പരീക്ഷിക്കപ്പെടുന്ന ഒരു പോസിബിലിറ്റിയാണല്ലോ. ഇതിനേക്കാൾ നടക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു തിയറിയാണ് ശിക്ഷ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ജോർജ് കുട്ടി. ജോർജ് കുട്ടി തന്നെ ജയിൽ ശിക്ഷ, അതായത് ഒരു 5 വർഷക്കാലം അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരു കാലഘട്ടം പൂർണ്ണമായി അനുഭവിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ദൃശ്യം 4 എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന ജോർജ് കുട്ടി പ്രായമായി ശാരീരികമായി തളർന്ന ഒരാളായിരിക്കാം. അപ്പോഴേക്കും മക്കൾ മുതിർന്നിട്ടുണ്ടാകും, അനുവിന് വിവാഹപ്രായമായിട്ടുണ്ടാകും. എന്നാൽ പാസ്റ്റ് അദ്ദേഹത്തെ വിട്ടുപോകുന്നില്ല. ഒരു മുൻ ജയിൽ പുള്ളിയെ സമൂഹം നോക്കുന്ന രീതിയിലുള്ള സാമൂഹിക വെല്ലുവിളികൾ, കേബിൾ TV തിയേറ്ററുകളുടെ ബിസിനസ്സുകൾ ജോർജ് കുട്ടിയുടെ അഭാവത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതേപോലെ ഒരു ഇന്റേണൽ ക്വസ്റ്റ്യൻ, താൻ നേടിയ വിജയം യഥാർത്ഥത്തിൽ വിജയമായിരുന്നു. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ജോർജ് കുട്ടി ചെയ്തത്. എന്നാൽ ആ ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിൽ നല്ലൊരു പങ്കും ജയിലിനുള്ളിൽ കളയേണ്ടി വന്നു. കുടുംബം ഈ വർഷങ്ങളെല്ലാം അവമാനത്തോടെയും ഭയത്തിലുമാണ് ജീവിച്ചത്. ഈ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കഥാപാത്രത്തിന് വലിയൊരു മാറ്റം വരുത്തും. ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ജോർജ് കുട്ടിയെ കാത്ത് പഴയ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പുറത്തുണ്ടാകാം. വരുണിന്റെ പേരൻസ് അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ കേസ് പിടിച്ച് മറ്റാരെങ്കിലുമോ അദ്ദേഹത്തെ വീണ്ടും ഒരു കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ ആ കഥ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇതുമല്ലെങ്കിൽ നമുക്ക് പുതിയ കുറച്ച് എതിരാളികളെ കൊണ്ടുവരാൻ സാധിക്കും. ദൃശ്യം 1 സഹദേവനും ഗീതയുമെന്ന എതിരാളികൾ, 2 IG തോമസ് ബാസ്റ്റിനും പിന്നെ സംഘവുമായിരുന്നു. ദൃശ്യം 3
അവിടെ പ്രഭാകറാണ് വന്നത്. എന്നാൽ ദൃശ്യം 4 വരുമ്പോൾ ഇതുവരെ കഥയിൽ കാണാത്ത തികച്ചും വ്യത്യസ്തരായ ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ ആന്റഗോണിസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ മുൻപത്തെ എതിരാളികൾക്കെല്ലാം ഗീത, സഹദേവൻ, പ്രഭാകർ ഇവർക്കെല്ലാം വ്യക്തിപരമായ പ്രതികാര ചിന്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൃശ്യം 4 വരുന്ന ഈ പുതിയ ഉദ്യോഗസ്ഥർ അത്തരം വികാരങ്ങളൊന്നും ഉണ്ടാകില്ല. അയാൾക്ക് കൃത്യമായ നിയമവും ശാസ്ത്രീയ തെളിവുകളും മാത്രമായിരിക്കും ലക്ഷ്യം. ഈ മറഞ്ഞിരിക്കുന്ന എതിരാളി വരുൺ കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു സീറോ പോസിറ്റീവ് തെളിവോ അല്ലെങ്കിൽ ദൃശ്യം 3 ജോർജ് കുട്ടി കീഴടങ്ങിയപ്പോൾ വരുത്തിയൊരു ചെറിയ ലൂപ്പ് ഹോളോ കണ്ടെത്തുന്ന ഒരു യുവ ഉദ്യോഗസ്ഥരായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ജോർജ് കുട്ടി ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ പുതിയ ഉദ്യോഗസ്ഥരുമായ ഒരു ചെസ്സ് കളി, അതൊരു മൈൻഡ് ഗെയിം കളിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ വരുണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം കൊയ്യാൻ നോക്കുന്ന ഒരു പുതിയ ബ്ലാക്ക് മെയിലർ എതിരാളിയായിട്ട് വരാം. ജോർജ് കുട്ടി ജയിലിലായ സ്ഥിതിക്ക് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം കഥയ്ക്ക് പുതിയൊരു ഡയമെൻഷൻ നൽകും. പക്ഷെ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യം ജോർജ് കുട്ടിയുടെ ബുദ്ധിയോട് കിടപിടിക്കുന്ന എതിരാളികളെ കാണാനാണ്. ഇപ്പൊ തന്നെ 3 പ്രഭാകർ അത്ര ഒരു പെർഫെക്റ്റ് എതിരാളിയൊന്നും ആയിരുന്നില്ല, ഒരുപാട് ഫെയിൽ ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവരികയാണെങ്കിൽ കീപ്പ് ഇൻ മൈൻഡ് ഇത് വരുമെന്ന് ഉറപ്പിച്ച് പറയുകയല്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഇതുവരെ കാണാത്തൊരു പുതിയ പോലീസ് ഓഫീസർ, ഇപ്പോൾ 2 തോമസ് ബാസ്റ്റിനെ കൊണ്ടുവന്നതുപോലെ ഒരു യങ് ഓഫീസറെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ദൃശ്യം 4 ഒരു പുതിയ ഉണർവ് തന്നെയായിരിക്കും. അതേപോലെ സഹദേവന്റെ കഥയ്ക്ക് ഒരു കൺക്ലൂഷൻ കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. സഹദേവൻ ജോർജ് കുട്ടി കോൺഫ്ലിക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ട് ജോർജ് കുട്ടി ചവിട്ടിക്കുട്ടി സഹദേവനെ തിരിച്ച് ചവിട്ടിക്കൂട്ടുന്നു. അതേപോലെ കൊല്ലല്ലേ ജോർജ് കുട്ടി ഞാനെല്ലാം പറയാമെന്ന് പറയുന്നത് പണ്ട് അനുമോളെ സഹദേവൻ ആക്രമിക്കാൻ നോക്കിയപ്പം അനുമോള് പറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പാരലൽ പോലെയാണ് കാണിച്ചത്. പിന്നെ സഹദേവന് മോളായിട്ട് വീണനന്ദകുമാർ എന്ന ക്യാരക്ടർ ഉണ്ടായിരുന്നു. എല്ലാവരും ട്രോളുന്നുണ്ട് ബക്കറ്റും പിടിച്ചു വിട്ട് പിന്നെ കണ്ടില്ല. അത് ആ ക്യാരക്ടറിൻ്റെ ഹോൾ പർപ്പസ് സഹദേവന് മുമ്പേ ഒരു ബിൽഡപ്പ് ആയിരുന്നു. സഹദേവൻ വന്നിട്ട് പിന്നെ ക്യാരക്ടറിനെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ തിരിച്ചുവരവ്, സഹദേവനെ ഈ പറഞ്ഞ പോലെ ഈ ജോർജ് കുട്ടി അറ്റാക്ക് ചെയ്തു, അതിൻ്റെ ഒരു നാണക്കേടും അതേപോലെ ആ ഒരു പഴയ പ്ലാനുകൾ വർക്കായില്ല, പ്രതികാരം ഇപ്പോഴും ഉള്ളിലുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ സഹദേവനും മകളും ഒരുപക്ഷെ ഈ ഒരു 4th പാർട്ടിൽ പഴയതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസോടെ വന്ന് ഈ ഗീതാ പ്രഭാകറുമായിട്ട് പ്രഭാകർ അറിയാതെ കണക്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി പറയാനുള്ള അനുമോളെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോക്ക് സിംഗപ്പൂർ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവർ കുടുംബത്തോടെ അവിടെ പോകുമോ എന്നറിയില്ല, അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി അങ്ങനെ പോയില്ല, അനുമോള് മാത്രമാണ് പോകുന്നതെങ്കിൽ ഇവിടെ വീണ്ടും കാര്യങ്ങൾ വഷളാവും. കാരണം ഇവിടെ ഇപ്പോൾ അഞ്ജുവും റാണിയും മാത്രമാകും. സോ അവിടെ കുറച്ചുകൂടെ ഇവർ വൾണറബിൾ ആയിട്ട് മാറുന്നു. അപ്പോൾ സെയിം ടൈമിൽ വേണേൽ അനുമോളെ സിംഗപ്പൂർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗീതാ പ്രഭാകറിന് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരേ ടൈമിൽ ജോർജ് കുട്ടിക്ക് രണ്ടിടത്ത് ഈ പ്രശ്നങ്ങൾ വരുന്നതും എന്നാൽ ഇതെല്ലാം നടക്കുമ്പോഴേ ജയിലിനകത്താകുന്നതൊക്കെ ആവുകയാണെങ്കിൽ എങ്ങനെ ഇതെല്ലാം ജോർജ് കുട്ടി മറികടക്കും എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ട് തന്നെയായിരിക്കും. ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ശക്തി സിനിമകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവാണ്. ദൃശ്യം 2 സ്വന്തമായ ഒരു സിനിമ നിർമ്മിക്കാൻ കഥ തയ്യാറാക്കി വെച്ചാണ് പോലീസിനെ വെട്ടിച്ചത്. ദൃശ്യം 3 ആ സിനിമ ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ ദൃശ്യം 3 സിനിമ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദൃശ്യം 3 അല്ല, ആ ഒരു അതിനകത്ത് കാണിക്കുന്ന ബിജു മേനോന്റെ ക്യാരക്ടർ ഹരികുമാർ അഭിനയിക്കുന്ന ജോർജ് കുട്ടി നിർമ്മിച്ച സിനിമ അതിൻ്റെ അവസാനം പോലീസിന് കീഴടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദൃശ്യം 2 അത് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ദൃശ്യം 3 എൻഡിങ്ങിൽ സംഭവിച്ചത്. ആ സിനിമയ്ക്കകത്ത് എന്താണ് നടന്നത് അതുപോലെ തന്നെ വേറെ വഴിയില്ലാതെ ജോർജ് കുട്ടി കീഴടങ്ങുന്നു. മറ്റൊരു പോസിബിലിറ്റി ഉള്ളത് പ്രഭാകറിന്റെ കൂറുമാറ്റമാണ്. ഇപ്പം നമുക്കറിയാം ആദ്യ 2 സിനിമകളും വളരെയധികം പാവമായ ഒരാളായിരുന്നു പ്രഭാകർ. അയാളാണ് ഇവരെ വിട്ടയച്ചുകൂടെ എന്നൊക്കെ പറയുന്നത്. ഗീതയ്ക്കാണത് പറ്റാത്തത്. പക്ഷേ 3 വന്നപ്പോഴത്തേക്കും ഗീത ഡിപ്രഷനിലായതോടെ പ്രഭാകരന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെയാണ് അയാൾ വില്ലനാകുന്നത്. പക്ഷേ അയാൾ ഒരു വലിയ പോലീസ് ഓഫീസറോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്ലാൻ പാളിപ്പോയത്. പക്ഷേ ഏറ്റവും അവസാനം ജോർജ് കുട്ടി ജയിലിൽ പോകുമ്പോൾ പ്രഭാകറിന് ഫുൾ മനസ്സംതൃപ്തി കിട്ടുന്നുണ്ട്. എന്നാൽ ഗീതയ്ക്ക് അത് പറ്റുന്നില്ല. ഗീതയ്ക്ക് അഞ്ജുവിനെ കൂടെ വേണം. അതുകൊണ്ട് തന്നെ 4 ഇതെല്ലാം അവസാനിപ്പിക്കാമെന്ന് ജോർജ് കുട്ടിയോട് പറഞ്ഞ് ഉറപ്പിന്മേലാണ് നിൽക്കുന്നതെങ്കിലും ഗീത പ്രഭാകർ അറിയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്തേക്കാം. ഇതറിയുന്ന പ്രഭാകർ ഒരുപക്ഷെ ശക്തമായി ഇതിനെ എതിർക്കുകയും സ്വന്തന്മാരുടെ ക്രൂരമായ പ്രതികാര ബുദ്ധിക്കെതിരെ ജോർജ് കുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഗീതയുടെ നീക്കങ്ങൾ അതിരുകടക്കുകയാണെങ്കിൽ പ്രഭാകർ രഹസ്യമായി ജോർജ് കുട്ടിയെ ജയിലിൽ ചെന്ന് കാണുകയും വിവരങ്ങൾ കൈമാറുകയൊക്കെ ചെയ്യാമെന്നൊക്കെ നമുക്ക് പല പോസിബിലിറ്റീസിലൂടെ സംസാരിക്കാൻ പറ്റും. ഇതിൽ വരുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വക്കീലാണ്. ദൃശ്യം 2 മുതൽ ജോർജ് കുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ കഥയിൽ ഒരു പങ്ക് വഹിക്കാം. ജോർജ് കുട്ടി കീഴടങ്ങിയത് ശിക്ഷ അനുഭവിക്കാൻ മാത്രമല്ല, അത് നിയമത്തിന്റെ കടയിൽ ഒരു ടെക്നിക്കൽ ട്രാപ്പ് ഒരുക്കാനാണെന്ന് പറയാം. ദൃശ്യം 4 പൂർണ്ണമായും ഒരു കോർട്ട് റൂം ഡ്രാമ ശൈലി വേണമെങ്കിൽ തുടങ്ങാം. നമ്മൾ നേരിലൊക്കെ കണ്ടതുപോലെ പോലീസ് ലഭിച്ച തെളിവുകൾ വ്യാജമാണെന്നോ അവർ നിയമവിരുദ്ധമായതാണ് കോടതിയിൽ എത്തിച്ചതെന്നോ ഒക്കെ ജോർജ് കുട്ടി നിയമപരമായി തന്നെ പുറത്തിറക്കാം. വക്കീൽ നടത്തുന്ന പല ബുദ്ധിപരമായ നീക്കങ്ങളും കണ്ടേക്കാം. ഇപ്പോൾ ജോർജ് കുട്ടി ഈ സ്വമേധയാ തന്നെ മനസ്സോടെ തന്നെയാണ് അകത്തേക്ക് പോയത്. എന്നാൽ ഇതുപോലൊരു സാഹചര്യത്തിൽ പുറത്തേക്ക് വരേണ്ടി വന്നാൽ, കുടുംബ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ വക്കീൽ വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ച് ജോർജ് കുട്ടിക്ക് പരോൾ വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്തിറക്കുകയോ ചെയ്തേക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ അടുത്തിടെ വായിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മലയാളം കോമിക്കാണ് മായൻ.
15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് രാജ്യത്താണ് മായൻ്റെ കഥ നടക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒടിയന്മാരെയൊക്കെ പോലെ പല മന്ത്രതന്ത്ര വിദ്യകൾ അറിയാവുന്നവരാണ് ഈ മായന്മാർ. അപ്പോൾ അക്കൂട്ടത്തിലൊരു മായനാണ് കഥയിലെ നായകൻ. എനിക്ക് കോമിക്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 എലമെൻറ്റ്സ്, ഒന്ന് ഫൈറ്റും 2 ഹ്യൂമറുമാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 പേജോളം വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഈ കൊമിക്കിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈറ്റ് സീക്വൻസ് ഈ അമേരിക്കയിലുള്ള കൊമിക്സ് അതേപോലെ മാങ്കയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു മലയാളം കൊമിക്കിൽ ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പേജുള്ള ഒരു ഫൈറ്റ് സീൻ കാണുന്നത്. അതേപോലെ തന്നെ ഹ്യൂമർ, ഇതിനകത്തൊരു കുട്ടിയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ ക്യാരക്ടർ വളരെയധികം ഫണ്ണിയാണ്. അപ്പോൾ ഈ ഒരു 2 എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ കോമിക്സ് വളരെയധികം എൻ്റർടൈനിങ് ആയിരുന്നു. മായൻ പബ്ലിക്കേഷൻസും മലയാള സിനിമകളിലടക്കം ആനിമേഷൻ ചെയ്തിട്ടുള്ള കാർബൺ ഇൻഫിനിറ്റിയുമാണ് ഈ ഒരു കോമിക്സിന് പിന്നിൽ. ഞാൻ ഇവരുടെ ട്രെയിലർ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് 3D ആനിമേഷൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒക്കെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് മായൻ ഈ കൊമിക്സിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇനി അങ്ങോട്ട് ഒരുപാട് ഗെയിമുകൾ, ആനിമേഷൻ സീരീസ്, അങ്ങനെ പല പല മീഡിയമിലേക്ക് പോവുകയാണ്. കോമിക്സ് ഇതിൻ്റെ ഒരു തുടക്കം മാത്രം. ഇതുവരെ ടോട്ടൽ 3 വോളിയൂംസ് ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരെണ്ണം മാത്രമായി വാങ്ങുന്നതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക 2 3 ബണ്ടിലായി വാങ്ങുന്നതാണ്. കാരണം ഡിസ്കൗണ്ട് ഉണ്ട്. ഞങ്ങളുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കോഡായിട്ടുള്ള മന്ത്ര ടോക്ക് 50 എന്നുള്ള കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു പർച്ചേസിനും 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ബുക്ക് മേടിച്ചാലും 2 ബുക്ക് മേടിച്ചാലും 3 ബുക്ക് മേടിച്ചാലും ഈ ഒരു കോഡ് അടിച്ചാൽ മതി. എല്ലാത്തിലും നമ്മുടെ 10% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഓർഡർ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു ഒപ്പീനിയൻ വീണ്ടും പറയുകയാണ്. ദൃശ്യം 3ക്ക് ഒരു ടൈലൻറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് 1-2 ടൈലൻ്റ് ഉണ്ടായിട്ടല്ല തുടർഭാഗങ്ങൾ കിട്ടിയത്. അതാണ് ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഭംഗി. എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിച്ച് ഈ ഒരു സിനിമ കണ്ട് അവസാനിക്കുന്നത്, വീണ്ടും അടുത്ത പാർട്ട് വരുന്നു. പക്ഷെ ഇപ്പോഴും പ്രോപ്പർ ടൈലൻ്റാണ് ഉണ്ടായിരിക്കുന്നത്. വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഏട്ടൻ്റെ ഒരു പ്രസ് മീറ്റിലോ ഇൻ്റർവ്യൂവിലോ എന്തോ തമാശയ്ക്ക് പറഞ്ഞ കാര്യമാണ് ദൃശ്യം 4ഉം 5ഉം ഒക്കെ വരും, നമ്മൾ 4ന് മുന്നേ 5 എടുക്കാൻ നോക്കുകയാണെന്ന്. അതൊരു ഫണ്ണായിട്ടാണ് പറഞ്ഞതെങ്കിലും ചുമ്മാ ആലോചിച്ച് ഇനി അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? ലൈക്ക് 4ൽ നമുക്കറിയാം ദൃശ്യം 1 കഴിഞ്ഞ് 2ൻ്റെ കഥ, 2 കഴിഞ്ഞ് 3യുടെ കഥ, അല്ലാതെ ഇടയ്ക്കിട്ട് കഥ പറയുമല്ലോ. ഡയറക്റ്റ് കഥ അങ്ങൊരു ഫ്ലോയിൽ പറയുവാണ്. പക്ഷേ ദൃശ്യം 4ൽ നടക്കേണ്ട സംഭവങ്ങൾ ദൃശ്യം 5ൽ കാണിച്ചിട്ട് 5 ഒരു ആദ്യം പറഞ്ഞത്, അത് കുറച്ച് ഫാർ ഫ്യൂച്ചറിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോർജ് കുട്ടി ജയിലിന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു കഥ കാണിച്ച് തുടങ്ങാം. എന്നാൽ അവിടെ വരുന്നൊരു മേജർ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു മേജർ എലമെൻറ്റ് ചിലപ്പോൾ ജയിലിൽ വെച്ചായിരിക്കാം നടന്നിട്ടുണ്ടാവുക. ആ കഥ, ജോർജ് കുട്ടിയുടെ ജയിൽവാസത്തിനകത്തുള്ള കഥ ദൃശ്യം 5ൽ ഇവർക്ക് പറഞ്ഞേക്കാം. സോ ടെക്നിക്കലി ക്രോണോളജിക്കൽ ഓർഡർ നോക്കുമ്പോൾ ജയിലിലെ കഥയാണ് ആദ്യം നടന്നതെങ്കിലും ഏറ്റവും ആദ്യം വരുന്നത് ഈ പറഞ്ഞ പരോളിന് വരുന്നതോ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്നതോ ആയ കഥയായിരിക്കും. സോ അങ്ങനെയാണ് ഏട്ടൻ ഈ തമാശയ്ക്ക് പറഞ്ഞ 4ന് മുന്നേ 5 വരും എന്നുള്ളൊരു സംഭവം ചുമ്മാ കണക്റ്റായിട്ട് പറയാൻ പറ്റും. എനിവേ ഞാനിപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ 2-3 കാര്യങ്ങൾ, പ്രഭാകരപ്പുറത്ത് ചാടുന്നത്, അതേപോലെ ഈ പറഞ്ഞ 4ഉം 5ഉം, ഇതൊക്കെ ചിന്തിച്ചിരുന്നപ്പോൾ കിട്ടിയ കുറച്ച് ഐഡിയാസാണ്. ഇതൊക്കെ അതേപടി നടക്കുമെന്നൊന്നും ഞാൻ ഭയങ്കര ഇതായിട്ട് പറയുന്നതല്ല. നടന്നേക്കാം, ക്രേസി ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. കാരണം ദൃശ്യ ഫ്രാഞ്ചൈസിൽ എന്തും നടക്കാം. ജോർജ് കുട്ടി സഹദേവനെ കയറി തല്ലി അങ്ങനൊരു കൺഫെഷൻ എടുക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചത്. അതുപോലെ മോളെ ഉപദ്രവിക്കും, അങ്ങനെ അൺപ്രഡിക്റ്റബിൾ രീതിയിലാണ് ദൃശ്യം 3 വന്നത്. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം. പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെടാൻ ഒരു വലിയ കാരണം ഈ അൺപ്രഡിക്റ്റബിൾ വേ ആയിരുന്നു. 1ഉം 2ഉം ആ ഒരു ഉള്ളിൽ നിന്നാണ് കളിച്ചതെങ്കിൽ ഇത് അതിന് പുറത്തേക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് 4ലും 5ലും ഒക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആരോ തമാശ പറയുന്നത് പോലെ നമ്മുടെ ഒരു വീഡിയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ദൃശ്യം 7ൽ അത് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 7 ഒക്കെ വന്നാലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തോട്ട്സ്. ഈ തോട്ട്സിനകത്ത് നിന്നുകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിലോ, പിന്നെ ദൃശ്യം 3 കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും 4ലെ പ്രതീക്ഷകളും എന്തൊക്കെയാണെന്നും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നേരത്തെ പറഞ്ഞ മായൻ കോമിക്സ് മറക്കാതിരിക്കുക, ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ദൃശ്യം റിലേറ്റ് ചെയ്തും അല്ലാതെ ഒരുപാട് സിനിമ സീരീസ് റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ അവരായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടൻസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ വാട്സപ്പ് ചാനലും ഉണ്ട്. പല ക്വിക്ക് ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇതും ഫോളോ ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം മന്ത്ര ടാക്കീസ്.